ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയനെ കേരളത്തിലെ ജനത കേരളത്തിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രി ആയിട്ടല്ല തെരഞ്ഞെടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുത്ത പ്രക്രിയയൊന്നും ഞങ്ങൾ ആരുടെയും കുറ്റം പറയുന്നുമില്ല. തോൽവിയെ ഞങ്ങൾ ന്യായീകരിക്കുന്നുമില്ല. തോൽവി തന്നെയാണ്, വിജയം തന്നെയാണ്. പിണറായി മുഖ്യമന്ത്രി ആയത് തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരിക്കലും കേരളത്തിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് കേരളത്തെ പിണറായി വിജയന്റെ കാലിന്റെ അടിയിൽ ആരും തീരെ എഴുതി കൊടുത്തിട്ടില്ല. ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയനെ വലിച്ചെറിയാൻ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഇനി അധികം കാലമില്ല, നാളുകളില്ല, ദിവസങ്ങളില്ല. അത് മാത്രം ഈ ഏമാന്മാരെന്ന് ഓർത്താൽ മതി. കാക്കിയിട്ട സഖാക്കൾ അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആരെയൊക്കെ ബന്ധപ്പെട്ടാലും, നിങ്ങൾക്ക് ആരൊക്കെ നിർദ്ദേശം നൽകിയാലും കാലം മാറും, ഭരണം മാറും, പോലീസും മാറ്റും. ഞങ്ങൾ മാറ്റും. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ, പിണറായി വിജയൻ നിങ്ങളെ ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട് പിണറായി വിജയൻ കൺഫേർഡ് IPS ഒക്കെ ലഭിച്ചതിന്റെ ഒരു പ്രത്യുപകാരം നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ കൺഫേർഡ് IPSഉം ഈ തൊപ്പിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും മനുഷ്യന്മാരാണ്, സാധാരണക്കാരനായ മനുഷ്യൻ. അപ്പോൾ ബഹുമാനവും ആദരവും ഒക്കെ നൽകുന്നത് ആ യൂണിഫോമിനാണ്, ആ തൊപ്പിയെയാണ്, ഇവിടുത്തെ നിയമ സംവിധാനത്തെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ പറയുന്ന വിഷ്ണു വത്സൻ അടക്കം ഏതൊക്കെ ഭക്തവത്സന്മാരുണ്ടെങ്കിലും അടിമകളുണ്ടെങ്കിലും ആ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും മനുഷ്യർ, ബലഹീനനായ മനുഷ്യൻ മാത്രമാണ് നിങ്ങൾ എന്നുള്ളത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്.